ഏറ്റവും പ്രധാനം വെള്ളമില്ല. വെള്ളമില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, ഭക്ഷണം വല്ലപ്പോഴാണ് കൊണ്ടുവരുന്നത്, കമ്മ്യൂണിക്കേഷൻ ഇല്ല, ഈ പറയുന്ന ടോയ്ലറ്റ്സ് ഇല്ല. ആൾക്കാരിങ്ങനെ ഓൺ ദ മൂവാണ്. എപ്പോഴും മൂവ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് നിൽക്കേണ്ടത്. ഏത് നിമിഷവും ഒരു സ്ഥലത്ത് ഈ പറയുന്ന ബോംബ് വീഴും, ഇല്ലെങ്കിൽ അടുത്ത ബോംബ് ഇടുമെന്നുള്ള ഭീഷണി ഉണ്ടാവും. നിങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങോട്ട് പോകുന്നതല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല അവർക്ക്. ഈ റഫയ്ക്കകത്ത് നോർത്തിൽ നിന്ന് തുടങ്ങിയിട്ട് അവർ സെൻട്രൽ ഗസയിലേക്ക് വരും, അത് കഴിഞ്ഞിട്ട് ഖാൻ യൂണിസിലേക്ക് വരും, പിന്നെ റഫയിലേക്ക് വരും, പിന്നെ മിഡിൽ കാസ്റ്റിലേക്ക് പോവും. ഇങ്ങനെ മൂവ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത്രയും ആൾക്കാരില്ല. ഇപ്പോൾ വെള്ളമില്ലാത്തതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടൽ തീരമാണ്, കുഴിച്ചിലൊക്കെ കിട്ടും, പക്ഷേ മുഴുവൻ കണ്ടാമിനേറ്റഡ് ആണ്. ഇത്രയും ആൾക്കാർ ജീവിക്കാൻ പറ്റുന്ന സ്ഥലമല്ല. അതും ഈ പറയുന്ന ഡ്രെയിനേജ് സിസ്റ്റം ഒന്നും ഇല്ലാതെ എല്ലാം തകർന്നു പോയിരിക്കും. മൊത്തം അങ്ങ് എല്ലാ സിസ്റ്റവും അങ്ങ് പോയിരിക്കുക. അപ്പോൾ യുദ്ധത്തിൽ ആദ്യം തകർക്കപ്പെടുന്നത് ഡ്രെയിനേജും അങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ്. പലപ്പോഴും അങ്ങനെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ യുക്രൈനിലും ഇത് സെയിം സംഭവം സംഭവിച്ചിട്ടുണ്ട്. ഈ പറയുന്ന വാട്ടർ പ്യൂരിഫിക്കേഷൻ സെൻറ്റേഴ്സ്, ഈ പറയുന്ന ശരിക്കും പവർ സ്ട്രക്ചേഴ്സ് തകർക്കുന്നതാണ്. അതിപ്പോൾ മിലിറ്ററിയെ സംബന്ധിച്ച് ഒരു മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചറിനെ തകർക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണെന്ന്. കാരണം മിലിറ്ററിക്ക് പവർ വേണമല്ലോ, അത് പവർ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തകർക്കുക എന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമാണ്. ആക്ച്വലി ബാധിക്കുന്ന മുഴുവൻ സിവിലിയൻസിനെയും എല്ലാ കാര്യവും ബാധിക്കും. ഇവിടെ യുക്രൈനിലൊക്കെ തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, -20, -25, -30 ഒക്കെ പോകുന്നതാണ്. ചത്തുപോകും, ഒറ്റ രാത്രി കൊണ്ട് മരിച്ചു പോകും.